Hey, hello, assalamu alaikum, and welcome back to yet another brand new episode of Being Lou. So, ഇന്ന് 20th February ആണ് കേട്ടോ. അപ്പോൾ 20th-ഉം 21st-ഉം അതായത് നാളെയും നമുക്കൊരു മേക്കപ്പ് മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ മൊത്തം. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യാൻ പോണത്. കുറേ കാലമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. കാലിക്കറ്റിൽ എപ്പോഴാണ് മാസ്റ്റർ ക്ലാസ് വരിക എന്നുള്ളത്. ഒരുപാട് കുട്ടികൾ ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ 64 കുട്ടികളുണ്ടെന്നൊക്കെയാണ് ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നീ സീറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഓൾറെഡി ഞാൻ ലേറ്റാണ്, 7:15 ഇറങ്ങണം എന്ന് വിചാരിച്ചത് 7:45 ഇപ്പം ഏറെക്കുറെ. സോ ഞാൻ വേഗം ഇൻട്രോ എടുത്തിട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് യാഷ് ഇൻ്റർനാഷണൽ ഹോട്ടൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഫങ്ഷൻ ഉള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. സോ ആരും വ്ലോഗ് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. വി ആർ പാർക്കിംഗ് ലോട്ടിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. വി ആർ ഗോയിങ് ടു ദ ഹോട്ടൽ. ഇപ്പോൾ ഏറെക്കുറെ 8:20 നമ്മുടെ ടൈമിങ്ങിനാണ്. പിന്നെ വേറെ എന്തെങ്കിലും യാഷ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ടാണ് നമുക്കിന്ന് ഫങ്ഷൻ ഉള്ളത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ്, എങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളതൊക്കെ. ഓക്കെ, ഞാൻ പോയി വേഗം രജിസ്റ്റർ ചെയ്യട്ടെ. Yash International Hotel. Inside the lift. Cheers. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആരെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഓവർ ബൈ അസ്മിന ഹയാസ്. ഒരുവിധം ഇൻസ്റ്റയിൽ കളിക്കുന്നവർക്കൊക്കെ അറിയുന്നൊരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റും കൂടിയാണ്. ഭയങ്കര ഫ്ലോലെസ് ആയിട്ടാണ് മേക്കപ്പ് ചെയ്യുക കേട്ടോ. ബേസ് ഒന്നും നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് തന്നെ അറിയാത്ത രീതിയിൽ സ്കിൻ ലൈക്ക് മേക്കപ്പാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപഠിക്കാനും അവരുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. 2 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പം ചെന്ന് കയറി ഇരുന്നേം പാടന്നെ അസ്മിന ഹയാസിൻ്റെ ഒരു നോട്ട് പാഡൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അപ്പം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റോറി ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ എങ്ങനെയാണ് ഇത് സീറ്റ് ബുക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 25,000 ആണ് നമുക്ക് ഈ ഒരു 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഫീസ് വരുന്നത്. നമ്മൾ ആദ്യം 5K കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിടണം. പിന്നെ ബാക്കിയുള്ള 20K നമ്മൾ ഇവിടെ വന്നിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് ഫുൾ ഓൺ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ക്ലാസ്സിന്. അപ്പോൾ ഞാനിങ്ങനെ ഫീ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി കാർഡും നമ്മുടെ പേയ്മെൻറ്റ് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തരും. ഈ ആളെ കണ്ടു പരിചയമുണ്ടോ ഗായ്സ്? എല്ലാവരും ലുലുവിൻ്റെ പേര് ലുലുവാണ്. Hi. Kaju here, Sana here. ഇനി ബസ്മിന ഹയാസും കൂടി വരാനുള്ളൂ ഗൈസ്. We are waiting for her. Signature master class. Hi everyone, myself Fahma Luha, കാലിക്കറ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു മേക്കപ്പ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറേ 2 years ആയി. ബേസിക്കലി ആണ് ചെയ്യുക. സോ താങ്ക് യു. Hello. Hi. 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 I can't hear you. Hi. Good morning. എല്ലാവരും സെറ്റ് അല്ലേ? 1.5 years ആയി ഒരു മേക്കപ്പ് ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ട്. അതിനുശേഷം ഇപ്പോഴാണ് ലൈക്ക് നമ്മൾ ഒരു ക്ലാസ് വയ്ക്കുന്നത്. കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മേക്കപ്പ് ക്ലാസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. I am Asmina Hayas. I am a freelance makeup artist based in Thrissur. And I have been in this field for more than 4 to 5 years. So this class is purely based on my experience and my knowledge as a self-taught artist. Okay, then and I just love my profession. I just love what I am doing now.
അപ്പോൾ എൻ്റെ ഒരു ലോങ് ടേം വിഷ് കെയിം ട്രൂ എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു എനിക്ക് അസ്മിന ഹയാസിനെ കാണാനും അവരുടെ മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റി എന്നുള്ളത്. കാരണം ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഫേർട്ട് അത്രത്തോളം ഉണ്ട് ഇതിൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ലുക്ക് ചെയ്യുന്നത് സ്വര എന്ന് പറഞ്ഞ മോഡലിനെ വെച്ചിട്ടാണ്. ഷീസ് ഫ്രം മുംബൈ. അപ്പോൾ ആൾക്കൊരു റിസപ്ഷൻ കോക്ടെയിൽ എൻഗേജ്മെൻറ്റിനൊക്കെ പറ്റുന്ന ഒരു ലുക്കാണ് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതിനിടയിൽ നമുക്ക് റിഫ്രഷ്മെൻറ്റ്സ് ആയിട്ട് ചായയും ബിസ്ക്കറ്റ്സും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ലഞ്ചിന് മുന്നേ ബേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ അവർ ഫിനിഷ് ചെയ്തു. ബേസ് മേക്കപ്പ് അല്ല, മൊത്തം മേക്കപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഫസ്റ്റത്തെ സെഷൻ ഈസ് ഡൺ ആൻഡ് വി ആർ ഗോണ ഹാവ് ലഞ്ച്. ഹൗ അബൌട്ട് ദി സെഷൻ ഗൈസ്? അടിപൊളിയായിരുന്നു കേട്ടോ. We will go with the card for food and we'll come back. Hello. Thank you. സനി സനിന്റെ പ്ലേറ്റിലൊന്നുമില്ല ഗൈസ്. പിന്നെ എനിക്ക് എവിടെ പോയാലും ഈ സാധനം കിട്ടും, കോഴിക്കാൽ. പിന്നെ ഓൾസോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസിനനുസരിച്ചുള്ള ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ അവർ മാക്സിമം നോക്കിയിട്ടുണ്ട്. അതിലൊന്നും ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് ഡെസേർട്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡിൻ്റെ എന്തോ ഒരു സാധനമാണ് നമുക്ക് ഡേ 1 കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണ് സംഗതി എന്നുള്ളത് പറയാനറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈമേ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളതിനൊന്നും പിന്നെ ടൈം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേഗം അവർ സ്റ്റാർട്ട് ചെയ്തു. ഗോൾഡൻ കളർ ഒരു ലെഹങ്കയാണ് നമ്മുടെ മോഡൽസ് വരെ ഇട്ടിട്ടുണ്ടായത്. ഫസ്റ്റ് ലുക്കിന് പാസ്റ്റൽ ബ്രൈഡൽസ് ആണ് അത് സ്പോൺസർ ചെയ്തത്. ഓർണമെന്റ്സ് എല്ലാതും 2 ഡേയ്സിൻ്റെതും ഗോൾഡൻ കപ്പാണ് കേട്ടോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. എല്ലാതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി സർവീസ് ആണ് അവരുടെ. ആൻഡ് ഇതാണ് നമ്മുടെ സ്വരയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഒരു ഓപ്പൺ ഹെയർ ആണ്. ഓപ്പൺ ഹെയറിൽ വേവ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ലുക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര ഫിനിഷിങ് ആൻഡ് ഫ്ലോലെസ് ഡ്യൂയി മേക്കപ്പ് ആണ് കേട്ടോ. ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണ്. ആളൊരു ഫെയർ സ്കിൻ ടോൺ ഉള്ള മോഡലാണ്. അതിൽ ചെയ്തിട്ടാണ് അവർ കാണിച്ചു തന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഹെയർ സ്റ്റൈലിങ്ങും ഹെയർ പ്രിപ്പിങ്ങും അതൊക്കെ പറഞ്ഞുതരും. ഹെയർ ഒക്കെ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഹെയറിലൊക്കെ ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം അവർ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്ത ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ലുക്ക് പിന്നെ വേഗം സ്റ്റാർട്ട് ചെയ്തു. പ്രത്യേകിച്ച് ബ്രൈഡൽ ഇതിലൊന്നുമല്ല, ഡസ്കി ആൻഡ് ഒരു പ്രോബ്ലമാറ്റിക് സ്കിൻ ടൈപ്പിൽ ചെയ്യുന്ന മേക്കപ്പ് എങ്ങനെയാണ് എന്നുള്ളത് അവർ ബേസ് മുതലേ ഇട്ടിട്ട് കാണിച്ചു തന്നു. ആൻഡ് അതും അടിപൊളിയായിരുന്നു. ഈ കുട്ടിക്കാണെങ്കിൽ കുറേ പിമ്പിൾസും അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉള്ള സ്കിന്നാണ്. അപ്പോൾ അതിൽ മേക്കപ്പ് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഫെയർ സ്കിന്നിൽ ചെയ്തത്ര ഫിനിഷിങ് ഇതിലുണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫൈനൽ ലുക്ക് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ കിട്ടിയില്ല കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല അതേപോലെ തന്നെ ഒരു ഡ്യൂയി മേക്കപ്പ് തന്നെയാണ് കേട്ടോ ഈ കുട്ടിക്കും ചെയ്തിട്ടുണ്ടായ. പിന്നെ ഇവരുടെയൊക്കെ മാസ്റ്റർ ക്ലാസ്സസ് എങ്ങനെയാ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഫേവറേറ്റ് ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവരെപ്പോഴും സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കുക. എപ്പോഴാണോ മാസ്റ്റർ ക്ലാസ് ഉണ്ടാവുക എന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ കയറി ബുക്ക് ചെയ്തോളണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം എഴുതി വെക്കും. എന്നിട്ട് അത് ലാസ്റ്റ് അവരൊരു സെഷൻ തരുമ്പം നമ്മളതെടുത്ത് ചോദിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ത്രെഡ് ചെയ്യാത്ത കുട്ടികളുണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ആണല്ലോ നമ്മൾ ഐബ്രോസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചിലര് നമുക്ക് യൂസ് ചെയ്യാം ഷെയ്ഡ്സ് കറക്റ്റ് ആവുന്ന. ഗൈസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വി ആർ ഗോയിങ്. സേ ബൈ. വിൽ സീ ഓൺ ഡേ 2. സേ ബൈ ഗൈസ്. Day 2 guys. വെൽക്കം ടു ഡേ 2 ഗൈസ്. സോ ഇന്നലെ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഐ വാസ് ടയേർഡ്. കാരണം എത്തുമ്പോഴത്തേക്കും ഒരു 6:30 സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കവർ ചെയ്തത് ഫെയർ സ്കിൻ ടൈപ്പിൻ്റെയും അതുപോലെ തന്നെ ഡസ്കി സ്കിൻ ടൈപ്പിൻ്റെയാണ്. ഇന്ന് നമ്മൾ ഒരു ലുക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഈവനിങ് പ്രാക്ടീസ് സെക്ഷനാണ്, അതായത് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഇന്നലെ സ്റ്റോറി ഇട്ട സമയത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി
അറ്റൻഡ് ചെയ്യുക എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആ ആർട്ടിസ്റ്റുകൾ ക്ലാസ്സസിൻ്റെ സ്ലോട്ട്സ് ഇടുമ്പോൾ നമ്മളെപ്പോഴും അറ്റൻഷൻ കൊടുത്തിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രയോർ പേയ്മെൻ്റൊക്കെ ചെയ്തിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ സീറ്റ്സൊക്കെ. സോ ഇന്ന് ഏകദേശം നല്ല ലേറ്റാണ്, 8:15. ഇന്ന് 9 o'clock ആകുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്യണം. സോ എനിക്ക് ഏറെക്കുറെ ഒരു 25 minutes അങ്ങോട്ട് എത്താൻ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. ഇന്ന് നമ്മൾ സിമ്പിൾ ഈ ഒരു സ്ട്രെയിറ്റ് പാൻസും ഈ ഒരു ഷർട്ടുമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. സോ ഇനി ഞാൻ പോവാണ് ഗായ്സ്. Just we'll have a cheers, yeah. Come. Cheers. Hi girls. Lulu, hi. Hi Sana. അപ്പോൾ ഡേ 2 അസ്മിന ഹയാസും മറ്റാളെ പേര് അഫ്രീൻ എന്നാണ്. രണ്ടാളുടെയും മാസ് എൻട്രി ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു രണ്ടാളുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 11 ഒക്കെ ആയപ്പോൾ തന്നെ വേഗം സ്റ്റാർട്ട് ചെയ്തു. അസ്മിന ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈലിങ്ങിലുള്ള പ്രോ ടിപ്സ് ആണ്. നമ്മൾ ഫ്രിസി ഹെയർ ആയിട്ടുള്ള ഹെയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഹെയർസ് വരുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതായത് ഹെയർ പ്രിപ്പറേഷൻ ആണ് മെയിനായിട്ട്. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ഹെയർ സ്റ്റൈൽസ്, അതായത് സിമ്പിളായിട്ടും ബേസിക് ആയിട്ടും എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഈസി ഹെയർ സ്റ്റൈൽസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തന്നു. പിന്നെ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനത്തെ മാസ്റ്റർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഫീൽഡ്, അതായത് ഈ മേക്കപ്പ് ഫീൽഡിൽ നിൽക്കുമ്പം സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വലിയൊരു കാര്യമാണ്. ഈ ഒരു രീതിയിൽ പോകുമ്പം അപ്ഗ്രേഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സും റീസെൻ്റ് ആയിട്ട് മേക്കപ്പിൽ ഒരുപാട് പ്രോഡക്ട്സ് ഡേ ടു ഡേ മാറി വരികയാണ്. അതൊക്കെ അറിഞ്ഞിരിക്കണം. അതിലേറ്റവും ബെസ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. അസ്മിന ഹയാസ് അവരൊരുപാട് പ്രോഡക്ട്സ് ട്രൈ ചെയ്തിട്ട് അതിലേറ്റവും ബെസ്റ്റായിട്ട് അവരിപ്പോൾ യൂസ് ചെയ്യുന്നതാണ് സോർട്ട് ഔട്ട് ചെയ്തത് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയാനും ഒക്കെ മാസ്റ്റർ ക്ലാസ്സസ് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേയിൽ വരുന്ന ഫസ്റ്റ് മോഡൽ. അത് ആകെ ഇന്ന് നമ്മളൊരു ലുക്കേ ചെയ്യുന്നുള്ളൂ. ആളുടെ പേര് കനക് എന്നാണ്. ഷീസ് ഓൾസോ ഫ്രം മുംബൈ. ഇന്ന് ആൾക്ക് നമ്മളൊരു ഹിന്ദു ടെമ്പിൾ ലുക്ക് എന്നൊക്കെ പറയില്ലേ, ഹിന്ദു വെഡിങ് ലുക്കാണ് ചെയ്യുന്നത്. എന്തൊക്കെ കണ്ടില്ല. ഭയങ്കര ചൂടാ. ഇന്നത്തെ ലുക്കും അവരൊരു ഗ്ലാസ് സ്കിൻ ഡൂയി മേക്കപ്പ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. കാരണം ഇപ്പോഴത്തെ എല്ലാവർക്കും അങ്ങനെ ഒരു ഫിനിഷാണ് വേണ്ടത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെല്ലാം അങ്ങനത്തെ ഒരു ലുക്കിലാണ് കേട്ടോ. ആൻഡ് ഇതാണ് കനക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയണേ. ഭയങ്കര അടിപൊളി ബേസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാ കനകിൻ്റെ ഫേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ അവർ ലഞ്ചിന് മുന്നേ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ലഞ്ചിന് ശേഷമാണ്. അങ്ങനെ വേഗം നമ്മളെല്ലാവരും ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഡേ 2 കഴിച്ചത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വാട്ട് എയ്റ്റ് ഇൻ മൈ മാസ്റ്റർ ക്ലാസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിലേക്ക് കടന്നു. അപ്പോൾ ഹെയർ പ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ അവർ ആദ്യമേ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായി കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കനകിന് ചെയ്യുന്നത് ഒരു ടെമ്പിൾ ലുക്ക് ആയതുകൊണ്ട് തന്നെ മെസ്സി ബ്രൈഡൽ ഹെയർ സ്റ്റൈലാണ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ഫ്ലവേഴ്സും, അതായത് ജാസ്മിൻ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി ഹെയർ സ്റ്റൈലൊക്കെയാണ് സെറ്റാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് ആളുടെ കംപ്ലീറ്റ് ലുക്ക്. ഐസ് ഔട്ട്ഫിറ്റ് വന്നിട്ട് അസ്മീൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. ഭയങ്കര രസമുള്ള ഔട്ട്ഫിറ്റായിരുന്നു. ഓർണമെൻറ്റ്സ് വന്നിട്ട് ഗോൾഡൻ കപ്പാണ്. ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള ബ്രൈഡിൻ്റെ ഹെയർ എക്സ്റ്റൻഷനും ലാഷസും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ലക്ഷ്മോർ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അസ്മീനൻ്റെ ബ്രദറിൻ്റെ ബ്രാൻഡാണ്. അടിപൊളിയാണ്. ഞാനൊക്കെ ഹെയർ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അവരുടെ പേജിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ അതിൽ കയറിയിട്ടൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആളുടെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. കൂടുതൽ ഹിന്ദു ബ്രൈഡ്സ് സാരിക്ക് ചൂസ് ചെയ്യുന്ന ഒരു കളറാണ് അവർ
ലെഹങ്കയായിട്ട് ഡിസൈൻ ചെയ്തത്. സാരി ഡ്രിപ്പിങ്ങിനൊന്നും നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ലെഹങ്ക പോലത്തെ ഒരു ഡ്രസ്സ് അവർ ഓപ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 days നമ്മളൊരു സിഗ്നേച്ചർ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ലുക്കും ഒരു ട്രഡീഷണൽ ഇന്ത്യൻ ബ്രൈഡൽ ലുക്കും ഡസ്കി ആൻഡ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ബേസ് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യാമെന്നും സിഗ്നേച്ചർ പ്രോ ഹെയർ സ്റ്റൈലിംഗ് അവരുടെ എല്ലാതും കാണിച്ചു തന്നു. ഹെയർ പ്രിപ്പറേഷൻ, സ്കിൻ പ്രിപ്പറേഷൻ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിട്ടോ. പിന്നെ എസ്പെഷ്യലി അവരുടെ ടിപ്സ് ആൻഡ് ട്രിക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു 2 days കവർ ചെയ്തിട്ടുണ്ടായ. ഇതുപോലെ മാസ്റ്റർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് ആർട്ടിസ്റ്റുകളുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഗോൾഡൻ കപ്പിൻ്റെ ആളെന്ന് പറയുന്നത്, ഓണർ എന്ന് പറയുന്നത്. ഇവരാണ് ലാസ്റ്റ് നമ്മളോട് വന്ന് സംസാരിച്ചത് കേട്ടോ. അപ്പം അതൊക്കെയാണ്. പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഗൈസ്. ഭയങ്കര സന്തോഷമായിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മൾ 25K കൊടുത്താലും അതിന് വേർത്ത് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയാണ്. Yay guys, we made it. Happy Kaju. Group photo ഇടാലോ. നമ്മളെപ്പോലെ അല്ല കേട്ടോ, ഒരുപാട് ട്രാവൽ ചെയ്ത് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നവരുണ്ട്. അതേപോലെ കുഞ്ഞു വാവ ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സ് ഒരുപാട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചെവി കേൾക്കാത്തയും സംസാരശേഷി ഇല്ലാത്തവർ വരെ ഇവരുടെ വർക്ക് ഒന്ന് ചെയ്യുന്നത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ വന്നിരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ 74 സ്റ്റുഡൻസ് എല്ലാവരും കൂടെ അസ്മിനിന്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പൊ നമ്മുടെ പരിപാടി ഏറെക്കുറെ സമാപിച്ചിട്ടുണ്ട്. അങ്ങനെ guys, നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോവാണ്. Say bye. And see again. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ നമ്മൾ പോവാണ് ഗൈസ്. See you all in another video. Bye bye.